most famous cities in Greece were called Athens and Sparta. At that time, there was a race of monkey riders. ഇന്ന് ശമ്പളം കിട്ടുന്ന ദിവസമായതുകൊണ്ടിരിക്കും ടീച്ചർമാർക്കൊക്കെ പഠിപ്പിക്കാൻ ഇത്ര വാശി ആക്രാന്തം. നീ ഭാഗ്യവാനടാ, ഇങ്ങനെയെങ്കിലും നിനക്ക് ഇതിനകത്തൊന്ന് കേറാൻ പറ്റിയില്ലേ? ആക്കല്ല മാഷേ. പിന്നെ ഞാനും പഠിച്ചിട്ടുണ്ട് 8 വരെ. 8 തന്നെ 3 കൊല്ലം. പിന്നെയും പഠിക്കായിരുന്നു. കൂടെ പഠിച്ചവരെന്നെ മാഷുമാരായി വന്നപ്പോ അത്ര പന്തിയല്ലെന്ന് തോന്നിയോണ്ടാ. പഠിപ്പില്ലെങ്കിൽ എന്താ, എന്റെ കണക്കൂട്ടിൽ ശരിയല്ലേ? അത് നിന്റെ വയറ്റിപ്പഴപ്പായതുകൊണ്ടാ. ഓ, ഈ കാശിനെന്ത് പാരാ, എന്റെ കൈ ഒടിഞ്ഞു. എടുത്ത് തലേ വെച്ചോ, ഭാരം കുറഞ്ഞ സ്ഥലമല്ലേ മാഷേ. Now that storm was at its highest, lightning flamed from the sky and everything below stood out in a clear distinctness. The bending trees, the wave-tossed river and driving spray and the dim outlines of the high banks on the other side. ഇപ്പോൾ ആ കൊടുങ്കാറ്റ് അതിന്റെ മൂർധന്യാവസ്ഥയിലെത്തി. ആകാശത്തു നിന്നും മിന്നൽ പിണരുകൾ പാഞ്ഞു. താഴെയുള്ള വസ്തുക്കളെല്ലാം വ്യക്തമായി തെളിഞ്ഞു കാണപ്പെട്ടു. തലകുനിഞ്ഞു നിൽക്കുന്ന വൃക്ഷങ്ങൾ, തിരമാലകൾ, ചാഞ്ചാടുന്ന നദി, ചിതറിത്തെറിക്കുന്ന ജലഗണങ്ങൾ, മറുവശത്തുള്ള ഉയർന്ന ബാങ്ക് കെട്ടിടങ്ങളുടെ മങ്ങിയ രൂപങ്ങൾ. ടീച്ചറെ, ഒരു മിനിറ്റ് ഞെന്നേ. ചാച്ചി, ടോം സോയറിലെ പഠിപ്പിക്കണേ. സർവത്ര അബദ്ധ. നൗ ദാറ്റ് സ്റ്റോം എന്നല്ല, നൗ ദാറ്റ് എന്നുള്ളത് ചേർത്ത് വായിക്കണം. അത് ഒറ്റ വാക്ക ആയതിനാൽ എന്നാണ് അതിന്റെ അർത്ഥം. അതുപോലെ ഡിം ഔട്ട്ലൈൻസ് ഓഫ് ദ ഹൈ ബാങ്ക്സ് ഓൺ ദ അതർ സൈഡ് എന്ന് വെച്ചാൽ ബാങ്ക് കെട്ടിടം എന്നല്ല. ബാങ്ക്സ് എന്ന് വെച്ചാൽ തീരങ്ങൾ എന്ന് അർത്ഥമുണ്ട്. പാവം കഥാകൃത്ത് ഉദ്ദേശിച്ചിരിക്കുന്ന തീരങ്ങൾ എന്ന് തന്നെയാ. You mind your own business. I look after it. അയ്യേ ടീച്ചറെ, അതും അബദ്ധമാ. ലുക്ക് ആഫ്റ്റർ എന്ന് വെച്ചാൽ സംരക്ഷിക്കുക എന്ന. ഐ വിൽ ലുക്ക് ഇൻ ടു ഇറ്റ് എന്നാണ് പറയേണ്ടത്. Stupid. Don't teach me. I also have little knowledge about it. ഇപ്പൊ പറഞ്ഞ നിങ്ങളുടെ ടീച്ചറുടെ കാര്യത്തിൽ കറക്റ്റാ. ഐ ഹാവ് ലിറ്റിൽ നോളജ് എന്ന് വെച്ചാൽ എനിക്ക് അറിവില്ല എന്നാ സാരം. ഐ ഹാവ് എ ലിറ്റിൽ നോളജ്, അതാണ് എന്റെ കറക്റ്റ് പ്രയോഗം. Ramanathan, you don't have no business here. അയ്യോ, വീണ്ടും തെറ്റില്ലോ ചേച്ചി. 2 നെഗറ്റീവ് ഒരുമിച്ച് പ്രയോഗിക്കാൻ പാടില്ല. യു ഹാവ് നോ ബിസിനസ്, അതുപോലെ. Shut up your bloody mouth. വീണ്ടും പഴിച്ചില്ലേ? നേരെ മൗത്ത് നോക്കി ഷട്ട് അപ്പ് യുവർ ബ്ലഡി മൗത്ത് എന്തിനാ? ഷട്ട് അപ്പ്, ദാറ്റ്സ് ഇനഫ്. മാഷ കൂടുതൽ ഷൈൻ ചെയ്യല്ലോ, ഇത് ഇവരുടെ സ്വന്തം സ്കൂളാ. സ്വന്തം സ്കൂളാന്ന് വെച്ചാൽ എന്ത് തോന്നിയ ദിവസം പഠിപ്പിക്കുന്ന? നീ പോടാർന്ന്. മാഷേ, ഈ ടീച്ചർക്ക് ഒന്നും അറിയില്ല. പെണ്ണല്ലേ, അഹങ്കാരം കുറയട്ടെ. അതെന്തിനാ? എനിക്ക് അവൾ ആവശ്യമുണ്ട്. അതെന്തിനാ? കല്യാണം കഴിക്കാൻ. അതെന്തിനാ? അതെന്താ? പ്രായപൂർത്തി അവരുടെ പറഞ്ഞുതരാം. ഈ ടീച്ചർക്ക് ഒന്നും അറിയില്ല. കുഞ്ഞമ്മയെ കാണിക്കാൻ ഫോട്ടോ ഒന്നും കയ്യിലില്ല. ഫോട്ടോ ദേ അവന്റെ മനസ്സിലുണ്ട്. ഇനി അവളെ നേരിട്ട് കണ്ട് കുഞ്ഞമ്മ തന്നെ തീരുമാനിക്കും. ഗ്രഹങ്ങളെ കൊണ്ട് ഒരു പ്രശ്നവും ഇല്ലെന്നാണ് എന്റെ കമ്പ്യൂട്ടർ കണിയാൻ പറഞ്ഞിരിക്കുന്നത്. ഇനി കുഞ്ഞമ്മയ്ക്ക് ഇഷ്ടമുള്ള ആളെ കൊണ്ട് ഇവരുടെ ജാതകം നോക്കിച്ചോളൂ. പൂർണ്ണ സമ്മതം ഉണ്ടെങ്കിൽ മാത്രം മതി. വേണ്ട വേണ്ട, ആരെ കൊണ്ട് ഇനി നോക്കിക്കണ്ട. അവരിനി ജാതകം ചേരില്ലെന്നോ മറ്റോ പറഞ്ഞാലോ? ജാതകം ചേർന്നില്ലെങ്കിലും സാരമില്ല, അവരൊന്നിക്കട്ടെ. ഓ, നീ തന്നെയാണോ ഈ പറയുന്നത്? ഇത്ര വിവരം വെക്കാൻ നിനക്ക് ഇത്രയും വയസ്സാകണമായിരുന്നോ പ്രഭാവതി?